പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിലെ യേശു കർത്താവുമായിട്ടുള്ള നിൻ്റെ ജീവിതം എങ്ങനെ പോകുന്നു? നിൻ്റെ ജീവിതയാത്രയിൽ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയായിരിക്കണം യേശു എന്ന് എപ്പോഴും നാം ചോദിക്കണം. ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നമ്മുടെ ഭയത്തെയും നമ്മുടെ വോറീസിനെയും എല്ലാം കൊണ്ടുവന്ന് സമർപ്പിപ്പാൻ നമുക്ക് കഴിയണം. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം, ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, യേശു കർത്താവ് തൻ്റെ ഓരോ ശിഷ്യന്മാരെക്കുറിച്ചും ഓരോ കർത്തൃവേല ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നു. അവർ പഠിക്കുവാനും കർത്താവ് പറയുന്ന അനുസരിക്കുവാനും മനസ്സുള്ളവരുമായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരിലെല്ലാം നമുക്ക് ഈ ലേണിംഗ് പ്രോസസ്സ് കാണാം. അവർ കണ്ടതും യേശു ചെയ്തതൊക്കെ കണ്ടു, യേശു പറഞ്ഞതൊക്കെ കേട്ടു, അവനിൽ നിന്ന് പഠിക്കുവാൻ ആരംഭിച്ചു. അവൻ പറയുന്നതനുസരിച്ച് ദൈവപ്രവൃത്തി ചെയ്യുവാൻ തക്കോണവും അവർ ആഗ്രഹിച്ചു. അവൻ്റെ ശിഷ്യന്മാരെ പോലെ തന്നെ നമ്മുടെയും ഈ ജീവിതയാത്രയിൽ യേശു കർത്താവ് നമ്മളെ അക്കമ്പനി ചെയ്യുന്നുണ്ടെന്നേ. വിശ്വാസത്തിൻ്റെ ആദ്യത്തെ ആ ടെൻറ്റേറ്റീവായിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ വെച്ച് നാം അവൻ്റെ ഒരു ശിഷ്യരായി അവനെ പിൻഗമിക്കുമ്പോൾ തൊട്ട് അവൻ്റെ ശ്രദ്ധ നമ്മുടെ മേലുണ്ട്. നമ്മളൊരിക്കലും ഒറ്റയ്ക്കല്ല. നമുക്ക് നമ്മുടെ ചേർച്ചുണ്ട്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റി അത് അല്ലേ, നമ്മെ പഠിപ്പിക്കുന്നതാണ് ചേർച്ച്. സഭയിൽ നിന്ന് നമ്മൾ പലതും പഠിക്കുന്നത്, സഭയിലൊക്കെ പോയി ആരാധിച്ച് നമ്മൾ ബലം പ്രാപിക്കാറുണ്ടല്ലേ. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തരുന്ന ഒരു അസൈൻമെൻറ്റാണ് നമ്മൾ ഡിസൈപ്പിൾസിനെ ഉണ്ടാക്കണം. അതായത് നമ്മൾ അനേകരെ യേശുവിലേക്ക് നയിക്കണം. നമ്മൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് ചിലരോടൊക്കെ പറയുന്നുണ്ടായിരിക്കും, പക്ഷേ ആ ഒരു സ്പാർക്കുണ്ടല്ലോ, അതങ്ങ് ഇഗ്നൈറ്റഡ് ആകത്തില്ല. അപ്പം നിനക്ക് തന്നെ തോന്നും, ഓ എന്നെക്കൊണ്ട് പറ്റുമോ, ഇത് സുവിശേഷം പറയാനായിട്ട് എനിക്ക് കഴിയുമോ? ദൈവത്തിലെ നമ്മൾ ആരോട് പറയുന്നു ആ വ്യക്തി പെട്ടെന്ന് കൺഫസ് ചെയ്ത് യേശുവിനെ സ്വീകരിച്ച് ബാപ്റ്റൈസ് ചെയ്ത് ദൈവത്തെ അങ്ങ് അനുഗമിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്. പക്ഷേ നാം എന്ത് ചെയ്യണം? നാം ദൈവത്തിൻ്റെ മെസ്സേജ് ക്യാരി ചെയ്യണം ഈ ലോകത്തിലേക്ക്. അത് നമ്മൾ ചെയ്യുവാൻ തക്കോണം മനസ്സ് വെക്കണം. അപ്പം നമ്മളറിയണം, നമ്മൾ മനുഷ്യരിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കുവാനായിട്ട് നമ്മളെക്കൊണ്ട് കഴിയത്തില്ല. പക്ഷേ ഒരു ഡിഫറൻസ് അവരിൽ വരും. പക്ഷേ നീ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി കണ്ടാൽ, അല്ലെങ്കിൽ അവർ ന്യൂട്രലായിട്ട് നിൽക്കുന്നത് കണ്ടാൽ നീ ക്ഷീണിച്ചു പോകണ്ട. ഞാൻ പറയട്ടെ, ഗോഡ്സ് മിഷൻ എന്ന് പറയുന്നത് അതൊരു സ്പ്രിൻ്റ് അല്ല. ചില ആൾക്കാർ നടും, ചിലരതിന് വെള്ളം ഒഴിക്കും അല്ലേ. പക്ഷെങ്കിൽ ആ പറയുന്ന വിത്തുകൾ കിളിർക്കാൻ അനുവദിക്കുന്നത് ദൈവമാണ്, കിളിർപ്പിക്കുന്നത് ദൈവമാണ്. നടുന്ന ഒരാളായിരിക്കും, വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ഒരാളായിരിക്കും, പക്ഷേ ഹൃദയത്തിൽ വീണ വചനമാകുന്ന വിത്ത് കിളിർപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ചില സമയത്ത് നമ്മൾ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഈവൻ നമ്മുടെ പേഴ്സണൽ പ്രെയർ ലൈഫിലുമൊക്കെ നമ്മളങ്ങ് കുറവ് വരുന്നു നമ്മളിൽ നിന്ന് തോന്നാറില്ലേ? ക്ഷീണം നമുക്ക് വരുന്നതെന്ന് തോന്നാറില്ലേ? നമ്മൾ ഡ്രെയിൻഡ് ഔട്ടായെന്ന് തോന്നാറില്ലേ? ചിലപ്പോൾ നീ വിശ്വാസ ജീവിതത്തിലായിട്ട് അധികം നാളായിരിക്കത്തില്ല. പ്രാർത്ഥനാ ജീവിതവുമായിട്ട് ഒത്തിരി അങ്ങ് നീ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കത്തില്ല. പക്ഷേ നീ പ്രാർത്ഥിക്കുന്നതൊക്കെ ചിലപ്പോൾ നിൻ്റെ എമർജൻസി ടൈമിൽ നീ പ്രാർത്ഥിക്കത്തുള്ളായിരിക്കും. ചിലപ്പോൾ നിനക്ക് തോന്നും നിൻ്റെ പ്രാർത്ഥന ലൈഫ്ലെസ്, അതിനകത്തൊരു ജീവനില്ല, അതൊരു മെക്കാനിക്കലായിട്ടുള്ള പ്രാർത്ഥനയാണല്ലോ എന്ന് നിനക്ക് തോന്നാറുണ്ട് അല്ലേ. എന്നാൽ ഞാൻ പറയട്ടെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവപൈതലെ നിൻ്റെ ലാസ്റ്റ് റിസോർട്ടല്ല. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ആ റിലേഷൻഷിപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫൗണ്ടേഷന്. ഞാൻ പറയട്ടെ, ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം. യേശു കർത്താവ് വളരെ തിരക്കുള്ള ഒരു വ്യക്തിയായിരുന്നു.
രോഗികളെ സൗഖ്യമാക്കി രാജ്യത്തിൻ്റെ സുവിശേഷം ജീവിതങ്ങളോട് പ്രസംഗിച്ചും തന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്ത് താൻ ബിസിയായിട്ട് നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1:35 നമ്മൾ കാണുന്നുണ്ട്. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടൊരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. താൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വളരെ ഡെലിബറേറ്റായിട്ട് സമയം കണ്ടെത്തി. വളരെ അതിരാവിലെ എഴുന്നേറ്റ് നിർജ്ജന പ്രദേശത്ത് പോയി താൻ പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മുടെ ക്രൈസിസ് സിറ്റുവേഷനിലെ ലാസ്റ്റ് റിസോർട്ടല്ല പ്രാർത്ഥന. പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പ്രയോറിറ്റി നാം പ്രാർത്ഥനയ്ക്ക് കൊടുക്കണം. അത് നമുക്ക് സ്ട്രെങ്ത് തരും. വെല്ലുവിളികളെയൊക്കെ ഓവർകം ചെയ്യാൻ നമ്മെ സഹായിക്കും. നമ്മൾ ആ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്, ദൈവത്തിൻ്റെ ആ പെർസ്പെക്റ്റീവ് നമ്മളിങ്ങനെ തുടർമാനമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നാൽ, അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം വരും. പുതിയ സ്നേഹം, പുതിയ ശക്തി, മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപാടുകളിലൊക്കെ വലിയ വ്യത്യാസം സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും. രണ്ടാമത് ഞാൻ പറയട്ടെ, നാം ഒബ്സേർവ് ചെയ്യുന്നവരായിരിക്കണം. ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്ന്, പിതാവാം ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് യേശു കണ്ടുകൊണ്ടായിരുന്നിരുന്നത്. ഒന്നും യേശുവിൻ്റെ ഇനീഷ്യേറ്റീവിലല്ല യേശു ചെയ്തത്. പിതാവ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, പിതാവ് കാണിച്ചു കൊടുത്തതും പിതാവ് പറഞ്ഞതുമേ യേശു ചെയ്തുള്ളൂ എന്ന് പറയുന്നത് പോലെ നാം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കണം. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ മിറക്കിൾസ്, പ്രൈസ് ഗോഡ്, ദൈവമക്കളെ നാം കാണുവാൻ നമ്മുടെ കണ്ണുകളെ നാം തുറക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്. ചിലപ്പോൾ ഒരു എൻകറേജിങ് കോൺവെർസേഷൻ, അത് അൺഎക്സ്പെക്റ്റഡായിട്ടുള്ളൊരു മൊമെൻറ്റിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരുന്ന സമയത്ത് കർത്താവ് അത് തന്നു കാണും. നമ്മുടെ ചില സിറ്റുവേഷൻ ഹോപ്പ്ലെസ് ആയിട്ട് വരുമ്പോൾ കർത്താവ് പെട്ടെന്നൊരു സർപ്രൈസിങ് ടേൺ നമുക്ക് തരും. നമ്മെ അതിൽ നമ്മൾ തിരിച്ചു വിടും. ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ പ്ലാൻ ഉണ്ടെന്നേ. പക്ഷേ നാം അതിന് ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, വി മേ മിസ് ഗോഡ് സ്മോൾ ആൻഡ് ബിഗ് മിറക്കിൾസ് അറൗണ്ട് യു. അങ്ങനെ മിസ് ചെയ്യുവാനിടയായത്. മൂന്നാമത് ഞാൻ പറയട്ടെ, നമ്മൾ കൺഫസ് ചെയ്യണം. അപ്പോസ്തലപ്രവൃത്തി 16 നമ്മൾ കാണുന്നുണ്ട്, പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ ദൈവത്തെ പാടി സ്തുതിച്ച് സ്തോത്രം ചെയ്തു. അവർ പേടിച്ചൊന്നും പയ്യല്ല ചെയ്തത്, പാത്തിരുന്നല്ല ചെയ്തത്. Their time of praise was not hidden. The other prisoners heard them എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. മറ്റ് തടവുകാർ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എത്ര ധൈര്യത്തോടെയാണ് അവരെ പിടിച്ച് വലിച്ച് വസ്ത്രമെല്ലാം പിടിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അടുപ്പിച്ചൊക്കെ കൊണ്ട് തടവിലാക്കിയിരിക്കുന്നത്. ഭയങ്കര ഗ്രേറ്റ് അഫ്ലിക്ഷനാണ് അവർ ഫേസ് ചെയ്ത്. പക്ഷേ അവിടെയും അവർ ധൈര്യത്തോടെ സാക്ഷ്യം നിൽക്കുന്നത് കാണുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ചെയ്തപ്പോഴാണ് ദൈവം തൻ്റെ ഗ്രേറ്റ് മിറക്കിൾ അവിടെ ചെയ്തത്. കാരാഗൃഹ പ്രമാണി കുടുംബവും വിശ്വാസത്തിലേക്ക് വരുവാൻ അതിടയായി അല്ലേ. നമ്മൾ നോക്കുമ്പോൾ അടിസ്ഥാനം ഇളകി, വാതിലുകൾ തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞു. കാരാഗൃഹപ്രമാണി വന്നവരുടെയൊക്കെ മുറിവുകൾ കിട്ടി. ആര് മുറിച്ചോ അവർ തന്നെ മുറിവ് കെട്ടുവാൻ കാരണക്കാരായി തീർന്നു. പിന്നെ അവർ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. പബ്ലിക്കായിട്ട് അവർ കൺഫസ് ചെയ്തു. പബ്ലിക് കൺഫെഷന് ഭയങ്കര എഫക്റ്റാണ്. നാം ചിന്തിക്കുന്നതിലും അധികം എഫക്റ്റാണ് കേട്ടോ. ദൈവം അതിനുള്ള അവസരങ്ങൾ നമുക്ക് തരും. നമ്മൾ സ്ട്രേഞ്ചേഴ്സുമായിട്ടാണ് ചില സമയത്ത് മീറ്റ് ചെയ്യുന്നതെങ്കിലും ഒരു ഷോർട്ട് പ്രെയറൊക്കെ ഷെയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു എൻകറേജിങ് വേർഡ് അവരോട് പറയുവാൻ തക്കവണ്ണമൊക്കെയുള്ള അവസരങ്ങൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി തരും. ജീവിതത്തെ മാറ്റിമറിക്കുന്ന വ്യത്യാസങ്ങൾ വേറൊരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ദൈവം ഇതിലെ ഒരു ക്വയറ്റ് പ്ലേസ് നീ കണ്ടുപിടിച്ച് നീ ഇന്ന് തൊട്ട് ഒരു ഇൻറ്റൻഷണൽ പ്രെയർ ആരംഭിക്കുക. അവൻ്റെ ഐഡിയാസൊക്കെ നിന്നെക്കുറിച്ചുള്ള അവൻ നിനക്ക് വെളിപ്പെടുത്തി തരും. അടുത്ത ദിവസങ്ങളിലൊക്കെ നിൻ്റെ ഫെയ്ത്ത് ഷെയർ ചെയ്യാൻ നിനക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നീ ബോൾഡായിട്ട് നിൻ്റെ എക്സ്പീരിയൻസ് ദൈവം നിനക്ക് തന്നത് നീ ഷെയർ ചെയ്യണം.
മിക്കവാറും നീ പറയുന്നത് ചിലരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതിന് മനസ്സ് വെച്ച് പ്രവർത്തിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശു കർത്താവ് ഇതിൻ്റെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം സമയം കണ്ടെത്തി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ബലമേറ്റെടുപ്പാൻ തക്കവണ്ണം എല്ലാം ഞങ്ങളെ സഹായിക്കണം. സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ മറഞ്ഞിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. സർവ്വമൊത്തവും ഞങ്ങൾ തിരുമേനിക്ക് അർപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.